നിങ്ങളാരെങ്കിലും നോമ്പിന് ഇഫ്താർ ഇങ്ങനെ ആക്കി നോക്കിയിട്ടുണ്ടോ? എൻ്റെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം സാദാച്ചോറാണ് നോമ്പ് തുറക്കുമ്പോൾ. നോർമലി എല്ലാവർക്കും ഇഷ്ടമായി കൊള്ളണമെന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ മുതലേ എന്തുണ്ടാക്കുന്നുള്ള പ്ലാന് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് പൊതിച്ചോറിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊതിച്ചോറാണ്. നല്ല ചോറും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും വെണ്ടക്ക പൊരിച്ചതും പയറുപ്പേരിയും മാങ്ങയും തേങ്ങയും കൂട്ടിയിട്ടുള്ള ചമ്മന്തിയും തക്കാളി കൂട്ടാനും മീൻ പൊരിച്ചതും പിന്നെ ഒരു മുട്ടയും. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു പൊതിച്ചോറാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇത് പൊതിഞ്ഞ് വെച്ചിട്ടോ ഞങ്ങൾ. പിന്നെ നോമ്പ് തുറക്കാൻ ചെറുതായിട്ടൊരു ജ്യൂസും പിന്നെ സമോസ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഈ പൊതി തുറക്കുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ഫീലാണ് കേട്ടോ. ഇത് ഡബ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോമ്പിന് പൊതുവെ അത് ഉണ്ടാക്കി നോക്കാത്തതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ ഇല എങ്ങനെ കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണ്? ജസ്റ്റ് ചുരിച്ചു കൂട്ടി പുറത്തേക്ക് കയറിയാൽ പാത്രയും കണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ ഇഫ്താർ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം.